ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോകുന്ന കുമ്പളങ്ങ ഒഴിച്ച മോര് കറിയാണ്. അതിനായിട്ട് അരമുറി കുമ്പളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം കുമ്പളങ്ങയൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കാം. അടുപ്പത്ത് വെക്കാം. ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 5 ചെറിയ ഉള്ളി, 5 വെളുത്തുള്ളി, അര ടീസ്പൂൺ ചെറിയ ജീരകം, കാമുറി തേങ്ങ ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കാമുറി തേങ്ങയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം തേങ്ങയൊക്കെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. തുറന്ന് നോക്കാം. കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ആ സമയത്ത് താളിക്കാൻ ചെറിയൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാനൊക്കെ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മൂന്ന് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി താളിച്ചത് കുമ്പളങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഉടനെ തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇല്ലെങ്കിൽ തൈര് ഇങ്ങനെ പിരിഞ്ഞു പോവും. ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് തൈര് പിരിഞ്ഞു പോവും. അതുകൊണ്ട് ചട്ടിയിൽ നിന്ന് ഉടനെ തന്നെ മാറ്റാം. കുമ്പളങ്ങ ഒഴിച്ച മോര് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.